യുദ്ധം അവസാനിക്കുകയാണ്. മധ്യസ്ഥനായി ഒടുവിലെത്തുന്നത് ശ്രീ നരേന്ദ്രമോദിയും. നമ്മളിന്ന് ജീവിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു നിമിഷത്തിലാണ്. ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം അറബിക്കടലും കടന്ന് ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും പടർന്നിരിക്കുന്നു. ഇന്നലെ വരെ നമ്മൾ കേട്ടിരുന്നത് ഗസയിലെയും ലെബനനിലെയും പോരാട്ടങ്ങളെ കുറിച്ചായിരുന്നു. അതുപോലെ തന്നെ ഉക്രൈനും റഷ്യയും ഒക്കെ ആയിരുന്നു നമ്മുടെ വിഷയം. എന്നാൽ ഇന്ന് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ ചീറിപ്പഞ്ഞത് എങ്ങോട്ടേക്കാണ്? അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഏറ്റവും കരുത്തുറ്റ സൈനിക താവളമായ ഡീഗോ ഗാഷിക്ക് നേരെ. അതെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആ തന്ത്രപ്രധാന ദ്വീപിന് നേരെ ഇറാൻ 2 മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പേ അവ തകർക്കപ്പെട്ടുവെങ്കിലും ആ മിസൈലുകൾ ലോകത്തിന് നൽകിയത് ഒരു മരണമണിയാണ്. ഇനി ആരും സുരക്ഷിതരല്ല. ശ്രീലങ്കയ്ക്കും മാലദ്വീപിനും തൊട്ടടുത്തുള്ള ഈ മേഖലയിൽ യുദ്ധകാഹളം മുഴങ്ങുമ്പോൾ ഭയന്ന് വിറയ്ക്കുന്നത് ലോകരാജ്യങ്ങളാണ്. പക്ഷെ ഈ മഹാപ്രളയത്തിനിടയിലും സമാധാനത്തിന്റെ ഒരു തുരുത്ത് എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാരതമാണ്. ലോകം മുഴുവൻ നരേന്ദ്രമോദി എന്ന നേതാവിനെ നോക്കി ചോദിക്കുകയാണ്, മോദി, ഈ യുദ്ധം നിർത്താനായി അങ്ങേക്ക് സാധിക്കുമോ? എന്തുകൊണ്ടാണ് ഇറാൻ ഇന്ത്യയുടെ കപ്പലുകളെ മാത്രം വെറുതെ വിടുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വിരട്ടലുകൾക്കിടയിലും ഇന്ത്യ എങ്ങനെയാണ് ലോകത്തിന്റെ മധ്യസ്ഥനാകുന്നത്? ആഗോള എണ്ണ വിപണി തകരുമ്പോൾ നമ്മുടെ അടുക്കളയിൽ തീ പുകയുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഇന്ത്യയുടെ വിശ്വഗുരു പദവിയിലേക്കുള്ള കുതിപ്പിന്റെ കഥയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദയവായി അവസാനം വരെ കാണുക, കാരണം ഇത് നിങ്ങളുടെയും എന്റെയും ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. എന്താണ് ഈ ഡീഗോ ഗാഷ്യ? എന്തുകൊണ്ടാണ് ഇറാൻ ഇവിടം ലക്ഷ്യം വെച്ചത്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പവിഴപ്പുറ്റാണ് ഡീഗോ ഗാഷ്യ. പക്ഷെ സൈനികമായി നോക്കിയാൽ അത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അൺസിങ്കബിൾ എയർക്രാഫ്റ്റ് കരിയറാണ്. ഏഷ്യയും ആഫ്രിക്കയെയും മിഡിൽ ഈസ്റ്റിനെയും ഒരുപോലെ നിരീക്ഷിക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന വജ്രായുധമാണിത്. ഇറാന്റെ മിസൈലുകൾ ഇവിടെ വരെ എത്തുമെന്നത് അമേരിക്കയെ സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചിരിക്കുന്നു. ഇതിന്റെ അർത്ഥം ഇറാന്റെ ആക്രമണ പരിധി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ വർദ്ധിച്ചിരിക്കുന്നു. ഇത് കേവലം ഒരു മിസൈൽ ആക്രമണവുമല്ല, മറിച്ച് അമേരിക്കയുടെ സമുദ്ര ആധിപത്യത്തിനുള്ള വെല്ലുവിളിയാണ്. മൊജ്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ നടത്തുന്ന ഈ കരുനീക്കം പാശ്ചാത്യ രാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ഈ ആക്രമണം ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ വലിയ പരിഭ്രാന്തിയാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ചും ശ്രീലങ്കയിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് തങ്ങളുടെ മണ്ണിൽ ഇറങ്ങാൻ ശ്രീലങ്ക അനുമതി നിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു. എന്തുകൊണ്ടാണ് ലങ്ക ഇങ്ങനെയൊരു കടുത്ത തീരുമാനമെടുത്തത്? ഉത്തരം വളരെ ലളിതമാണ്, ഭയമാണ്. ഡീഗോ ഗാഷി വരെ ഇറാന്റെ മിസൈലുകൾ എത്തുമെങ്കിൽ തൊട്ടടുത്തുള്ള ശ്രീലങ്കയും അവരുടെ പരിധിയിലാണല്ലോ. അമേരിക്കയെ സഹായിച്ചാൽ ഇറാൻ തങ്ങളെയും ആക്രമിക്കുമെന്ന് കൊളംബോ ഭയപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഈ യുദ്ധം നമ്മളെ എങ്ങനെ ബാധിക്കുമെന്ന്. ഇതിന്റെ ആഘാതം തുടങ്ങുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്നാണ്. ഹോർമൂസ് കടലിടുക്ക് വഴി വന്നിരുന്ന ചരക്ക് നീക്കം പൂർണ്ണമായും നിലച്ചല്ലോ. ലോകത്തെ ഏറ്റവും വലിയ എണ്ണക്കപ്പലുകൾ കടന്നു പോകുന്ന ഈ പാത അടയ്ക്കപ്പെട്ടതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. നിലവിൽ ബാരലിന് $105 വില വരും ദിവസങ്ങളിൽ $175 വരെ ഉയർന്നേക്കാമെന്നാണ് ഗോൾഡ്മാൻ സാക്സ് പോലെയുള്ള ആഗോള ഏജൻസികളൊക്കെ മുന്നറിയിപ്പ് നൽകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പെട്രോളിനും ഡീസലിനും ഇരട്ടി വില നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇത് വെറുമൊരു വിലക്കയറ്റമല്ല, ലോകം കാണാനിരിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യത്തിന്റെ തുടക്കമാണ്. അമേരിക്കൻ ഓഹരി വിപണിയായ വാൾസ്ട്രീറ്റിൽ ഇതിനോടകം തന്നെ രക്തപ്പൊടി ഒഴുകി. നാസ്ഡാക്ക്, ഈ ഡൗ ജോൺസ് സൂചികകളെല്ലാം കൂപ്പുകുത്തി. നിക്ഷേപകർ കോടിക്കണക്കിന് ഡോളറുകളാണ് ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടുത്തിയത്. ഈ അസ്ഥിരത ഇന്ത്യൻ ഓഹരി വിപണിയെയും ബാധിക്കുമെന്ന് ഉറപ്പാണ്. ലോക സമ്പദ് വ്യവസ്ഥയുടെ എഞ്ചിനുകൾ നിലച്ചു തുടങ്ങുമ്പോഴാണ് ഇന്ത്യയുടെ നിർണായക ഇടപെടൽ ഉണ്ടാകുന്നത്. ലോകം ഇരുട്ടിലായിരിക്കുമ്പോൾ ഇന്ത്യ ഒരു വെളിച്ചമായി മാറുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വെറുമൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല, മറിച്ച് ലോകം അംഗീകരിക്കുന്ന ഒരു സമാധാന ദൂതനാണ്. യുദ്ധം മുറുകിയതോടെ മോദി തന്റെ നയതന്ത്ര ചതുരംഗം കളിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം സൗദി അറേബ്യ, UAE എന്നീ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി ദീർഘനേരമാണ് ഫോണിൽ സംസാരിച്ചത്. എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ മോദിയെ വിളിക്കുന്നത്? കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് സംസാരിക്കാനും അതേസമയം ഇറാന്റെ ഭരണാധികാരികളുമായി സൗഹൃദ ബന്ധം പുലർത്താനും മോദിക്കല്ലാതെ മറ്റാർക്കും ഇന്ന് ഈ ലോകത്ത് കഴിയില്ല. ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഇതിനൊരു പരിഹാരം കാണൂ എന്നാണ് അവർ അപേക്ഷിക്കുന്നത്. സൗദിയിലെയും UAEയിലെയും എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ശക്തമാക്കിയത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. അവിടെ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾ, പ്രത്യേകിച്ചും നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾ, അവരുടെ സുരക്ഷയിൽ മോദി സർക്കാരിന് വലിയ ആശങ്കയുണ്ട്. അവരുടെ തൊഴിലും ജീവിതവും അപകടത്തിലായാൽ അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും തീർച്ചയായും ബാധിക്കും.
അതുകൊണ്ടാണ് ഇന്ത്യ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാനായി തീരുമാനിച്ചത്. ലോകം മുഴുവൻ അത്ഭുതപ്പെട്ട ഒരു സംഭവമുണ്ട്. ഇത്രയും വലിയ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ 2 ഓയിൽ ടാങ്കറുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകി. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകളെ ആക്രമിക്കുന്ന ഇറാൻ ഇന്ത്യയുടെ കപ്പലുകൾ തൊട്ടില്ലെന്ന് മാത്രമല്ല, അവയ്ക്ക് അകമ്പടി നൽകുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഭാരതത്തിന്റെ നയതന്ത്ര വിജയം സിമ്പിളാണ്. മോദി സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടാക്കിയെടുത്ത വിദേശ ബന്ധത്തിന്റെ കരുത്ത് മാത്രമാണിത്. ഇറാൻ അറിയാം തങ്ങൾക്ക് ലോകത്ത് വിശ്വസിക്കാവുന്ന ഏക സുഹൃത്ത് ഇന്ത്യയാണെന്ന്. ആ കപ്പലുകൾ സുരക്ഷിതമായി ഇന്ത്യൻ തീരത്തെത്തിയപ്പോൾ അത് ലോകത്തിന് നൽകിയ സന്ദേശം ഇന്ത്യയുമായി കളിക്കേണ്ട, മോദിയുമായി ചർച്ച ചെയ്യൂ എന്നാണ്. മറുഭാഗത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ പ്രതിസന്ധിയിലുമാണ്. ഇറാനെ തരിപ്പണമാക്കുമെന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം സൈനിക നടപടികൾ കുറയ്ക്കണമെന്നൊക്കെ എഴുതുന്നുണ്ട്. ഇത് ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറിനെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചത് പാശ്ചാത്യ സഖ്യകക്ഷികൾക്കിടയിലെ ഭിന്നതയാണ് പുറത്തു കൊണ്ടുവരുന്നത്. നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ വിള്ളലുകൾ വീണിരിക്കുകയാണ്. എന്നാൽ ഈ ബഹളങ്ങൾക്കെല്ലാം ഇടയിലും ഇറാന്റെ എണ്ണ കൈമാറ്റത്തിന് 30 ദിവസത്തെ ഇളവ് നൽകാൻ അമേരിക്ക തയ്യാറായി. ഇത് ഇന്ത്യയുടെ സമ്മർദ്ദം മൂലമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ തടസ്സപ്പെട്ടാൽ അത് ആഗോള വിപണിയെ തന്നെ കൂടുതൽ വഷളാക്കുമെന്ന് അമേരിക്കയ്ക്ക് നല്ല പോലെ അറിയാം. റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നപ്പോഴും മോദി പറഞ്ഞത് ഒന്ന് മാത്രമേ ഉള്ളൂ: ഇത് യുദ്ധത്തിന്റെ യുഗമല്ല, ദിസ് ഇസ് നോട്ട് ആൻ എറ ഫോർ വാർ. അതേ നിലപാട് തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും തുടരുന്നത്. ഇസ്രയേലിനും ഇറാനും ഇടയിൽ ഒരു മധ്യസ്ഥനായി നിൽക്കാൻ ഇന്ന് ഭാരതത്തിന് കഴിയുന്നു. ലോകം ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യയുടെ ഓഹരി വിപണിയും സാമ്പത്തിക അടിത്തറയും തകരാതെ കാക്കേണ്ടത് മോദിയുടെ ഉത്തരവാദിത്തമാണ്. അതിനായി അദ്ദേഹം നടത്തുന്ന ഓരോ നീക്കവും അതീവ കൃത്യതയുള്ളതാണ്. റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയതുപോലെ ഈ പ്രതിസന്ധിയും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി മോദിക്ക് കഴിയുമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തുമ്പോൾ അത് വെറുമൊരു അതിർത്തി തർക്കമല്ല, മറിച്ച് പുതിയൊരു ലോകക്രമത്തിന്റെ തുടക്കമാണ്. അമേരിക്കയുടെ കരുത്ത് കുറയുകയും ഇന്ത്യ ഒരു നിർണായക ശക്തിയായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇറാന്റെ മിസൈലുകളും ട്രംപിന്റെ ഭീഷണികൾക്കുമിടയിൽ സമാധാനത്തിന്റെ പാത തുറക്കാൻ നരേന്ദ്രമോദിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. നമ്മുടെ പ്രവാസികളുടെ സുരക്ഷയും നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയും ഒക്കെ മോദിയുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് വിശ്വസിക്കാനാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് കരുതുന്നു? ഇന്ത്യക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമോ, അതോ ലോകം മറ്റൊരു മഹാമാന്ദ്യത്തിലേക്ക് വീഴുമോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇന്ത്യയുടെ ഈ പുതിയ നയതന്ത്ര കരുത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.